ഹരി ഓം. വൈശാഖമാഹാത്മ്യം. സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സർപ്പദേഹം ത്യജിച്ച ദിവ്യൻ്റെ കഥ. ശംഖമുനി അവിടെ പ്രത്യക്ഷപ്പെട്ട ദിവ്യൻ്റെ പൂർവ്വവൃത്താന്തം അറിയാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. മുനി ദിവ്യപുരുഷനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? സർപ്പശരീരം ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ആ ദേഹം ഉപേക്ഷിക്കുവാൻ സാധിച്ചതിൻ്റെ കാരണം എന്താണ്? ദിവ്യപുരുഷൻ പറഞ്ഞു, ഒരു ബ്രാഹ്മണനായ ഞാൻ പ്രയാഗയിലാണ് ജനിച്ചത്. രോചനൻ എന്നായിരുന്നു നാമധേയം. ഐശ്വര്യത്തിലും വിദ്യയിലും അഹങ്കരിച്ച് ജീവിച്ച എനിക്ക് ഭക്തിയും നിത്യകർമ്മങ്ങളിൽ ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. പുത്രന്മാരും ഭാര്യമാരും ഉള്ള എനിക്ക് ആരെയും ഭയമുണ്ടായിരുന്നില്ല. ഈശ്വരഭക്തി അല്പം പോലും ഉണ്ടായില്ല. ദുർബുദ്ധിയായി ജീവിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വലിയ ക്ഷേത്രത്തിൽ എത്താനിടയായി. അവിടെ മാധവധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളെ കണ്ടു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ തുടങ്ങിയ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആഭാരവൃദ്ധം ജനങ്ങളും സ്നാനം ചെയ്ത് ഭസ്മം ധരിച്ച് ഇരിക്കുന്നത് കണ്ടു. നിർമാല്യ പുഷ്പങ്ങൾ ധരിച്ച് നിശബ്ദരായിട്ടാണ് അവർ ഇരുന്നത്. ജയന്തൻ എന്ന ഒരു ബ്രാഹ്മണാചാര്യൻ വൈശാഖമാഹാത്മ്യം പാരായണം ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തൊപ്പിയും കുപ്പായവും ഒക്കെ ധരിച്ച ഞാൻ താമ്പൂലം ചവച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ചെന്നു. ആചാര്യനെ പ്രണമിച്ചു. അദ്ദേഹത്തിൻ്റെ നേരെ പാദം നീട്ടിവെച്ചുകൊണ്ട് ഇരുന്ന ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. ഇത് നിശ്ചലരായിരുന്ന് മാഹാത്മ്യം കേട്ടുകൊണ്ടിരുന്നവരുടെ ശ്രദ്ധയെ മാറ്റി. ലജ്ജയും ഭയവും കൂടാതെ സജ്ജനങ്ങളെ ഞാൻ നിന്ദിച്ചു. അനന്തരം എൻ്റെ ഭവനത്തിലേക്ക് തന്നെ പോയി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതാന്ത്യം സംഭവിച്ചു. കാലദൂതന്മാർ എന്നെ കാലൻ്റെ സമീപം എത്തിച്ചു. അവിടെ കാലഭൃത്യന്മാർ താൻ ചെയ്ത തെറ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ദീർഘകാലം ഞാൻ നരകയാതന അനുഭവിച്ചു. പിന്നീട് പല ജന്മങ്ങളിലും അനേകം ദുഃഖങ്ങളുണ്ടായി. ഈ വൃക്ഷത്തിൻ്റെ പൊത്തിൽ വളരെ നാളുകളായി കിടക്കുന്നു. ഇന്ന് വൈശാഖധർമ്മങ്ങൾ ഞാൻ കേട്ടു. അതിൻ്റെ ശ്രവണമാത്രയിൽ തന്നെ പാപങ്ങൾ മാറിയതായി അനുഭവപ്പെടുന്നു. ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണുവിനോടും സജ്ജനങ്ങളോടും ഭക്തിയുണ്ടെങ്കിൽ അഹങ്കാരാദി ദോഷങ്ങൾ ഉണ്ടാകുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും പറഞ്ഞ ദിവ്യപുരുഷൻ മുനിയെ പ്രണമിച്ചു. അദ്ദേഹം ഇങ്ങനെ അനുഗ്രഹിച്ചു, അങ്ങയുടെ പാപമെല്ലാം തീർന്നു. ഭൂമിയിൽ ഒരു പുണ്യസ്ഥലത്ത് ജനിക്കുവാനും സർവവേദങ്ങളും പഠിക്കുവാനും ഇടയാകും. അപ്പോൾ പൂർവജന്മസ്മരണ ഉണ്ടാകും. അന്ന് അങ്ങ് എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് വൈശാഖധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ആഗ്രഹങ്ങളില്ലാതെയും ഒട്ടലുകളില്ലാതെയും വിഷ്ണുകഥ പറയുന്നതിൽ താൽപ്പര്യമുള്ളവനായി ഭവിക്കും. സർവനന്മകളും ഉണ്ടാകും. ആരെങ്കിലും ഭയപ്പെടുത്തിയാലും പരിഹസിച്ചാലും വലിയ ദുഃഖം വന്ന് ഭവിച്ചാലും അവയൊന്നും പരിഗണിക്കാതെ വിഷ്ണുദേവൻ്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കണം. അപ്പോൾ സന്തോഷവും സമാധാനവും കിട്ടും. മനസ്സിനെ നിയന്ത്രിച്ച് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് ജീവിച്ചാൽ ഭക്തി വർദ്ധിക്കും. മാത്രമല്ല, ദേഹനാശം സംഭവിക്കുമ്പോൾ നാരായണ സമീപം എത്താനും കഴിയും. ഏതെങ്കിലും ദോഷങ്ങൾ മനസ്സിൽ കടന്നുകൂടിയാൽ ഇടയായാൽ സജ്ജന സംസർഗം കൊണ്ടും വിഷ്ണുഭക്തി കൊണ്ടും അവ നശിക്കും. നാരായണനെ സ്മരിക്കുകയും കഥകൾ കേൾക്കുകയും നാമം ജപിക്കുകയും ചെയ്താൽ അത് ഭഗവാന് പ്രിയങ്കരങ്ങളാണ്. ക്ഷണനേരത്തേക്ക് മാത്രം സ്മരണ ഉണ്ടായാൽ പോലും ഭഗവാന് അത് ഇഷ്ടമാണ്. അതുകൊണ്ട് കാരുണ്യമൂർത്തിയായ നാരായണനെ തന്നെ സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. മാധവന് പ്രിയമായ മാധവമാസധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സർപ്പദോഷം ത്യജിച്ച പുരുഷൻ മുനിയെ പ്രദക്ഷിണം ചെയ്ത് വന്ദിച്ച് അവിടെ നിന്ന് വിടവാങ്ങി. ഇതെല്ലാം മുനിയോടൊപ്പം ഉണ്ടായിരുന്ന
കാട്ടാളനും ശ്രവിക്കുന്നുണ്ടായിരുന്നു. മോക്ഷപ്രദായകമായ ആ വാക്കുകൾ കാട്ടാളനെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു. അപ്പോഴേക്കും നേരം സന്ധ്യയായി. ശംഖമുനിയും കാട്ടാളനും കാട്ടിൽ തന്നെ വസിച്ച് ഭഗവാന്റെ അവതാര കഥകളിലും ലീലകളിലും മുഴുകി രാത്രി കഴിച്ചു. മുനി രാവിലെ തന്നെ വൈശാഖ സ്നാനം ചെയ്തു തർപ്പണങ്ങൾ ചെയ്ത് സ്വന്തം ഭക്തനായി മാറിയ കാട്ടാളനെ ജലം തെളിച്ച് ശുദ്ധി വരുത്തി രാമ എന്ന മന്ത്രം ഉപദേശിച്ചു. അടുത്ത വീഡിയോവിൽ നമുക്ക് വാൽമീകിയുടെ കഥ കേൾക്കാം. ഹരി ഓം.